നമ്മൾ ഇന്ന് പോകുന്നത് സ്ട്രോബെറി ഫാം ഫീൽഡിലോട്ടാണ് കേട്ടോ, ടൂലിപ്പ് ഫെസ്റ്റിവൽ കാണാനായിട്ട്. അപ്പം നമ്മളവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ട്രാവലാണുള്ളത്. അപ്പം ഇത് സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട് തന്നെ ടൂലിപ്പ് ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്. അപ്പം ഞങ്ങളവിടെ ആദ്യം ചെല്ലുമ്പോൾ തന്നെ അവരുടെ ഒരു സ്റ്റോറാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവേഴ്സ് നമുക്ക് പിക്ക് ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ബൊക്കെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം അങ്ങനെ കിങ്ങിനെ അവിടെ നിന്ന് കുറച്ച് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. നേരെ നമ്മളവരുടെ ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ കുറേ അറേഞ്ച്മെൻറ്റ്സ് അവർ ചെയ്തിട്ടുണ്ട്. പല കളർ ടൂലിപ്സുകൾ ആണ് ഇവിടെ ഉള്ളത്. ഏകദേശം 40+ വെറൈറ്റീസ് ഉണ്ട്. ഒരു 3 acre ലാൻഡിലാണ് കേട്ടോ ഇവർ ഈ ടൂലിപ്പ് ഫെസ്റ്റിവൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ യെല്ലോ കളറുണ്ട്, പിങ്ക്, റെഡ്, പിന്നെ മൾട്ടി കളേഴ്സ് ഇതൊക്കെ ഉണ്ട്. ഞങ്ങളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവരുടെ തന്നെ ഒരു വീട് പോലെയൊക്കെ പണി കഴിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഫോട്ടോഗ്രാഫിക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ വെറൈറ്റീസ് ആയിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ കുറേ സ്കൂട്ടർ, പിന്നെ അങ്ങനെ കുറേ ബെഞ്ചസ് ഇതിൻ്റെ നടുക്ക്, പിന്നെ ഷൂസിൻ്റെ മോഡലിൽ. അപ്പം ഇതൊക്കെ നമുക്ക് ഫോട്ടോസിന് എടുക്കാൻ പറ്റിയ നല്ലൊരു സീനറി ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ കഫേ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് ഐസ്ക്രീം മാത്രമേ മേടിച്ചുള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് കിങ്ങിണിക്ക് അവിടെ ഫേസ് പെയിൻറ്റിങ്ങിൻ്റെ ഇത് കണ്ടത്. അപ്പം കിങ്ങിണിക്ക് ഫേസ് പെയിൻറ്റിങ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അവർ ഫേസിൽ ഈ എയർ ബ്രഷ് പോലെ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് ബട്ടർഫ്ലൈയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരച്ച് അത് ഏകദേശം ഒരു 24 hours ലാസ്റ്റ് ചെയ്തായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ടൂലിപ്പ് ഗാർഡൻ. ഇവിടെ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മൾട്ടി കളേർഡ് ആയിട്ടുള്ള ടൂലിപ്സാണ്. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് വൈറ്റ് കളറ്, യെല്ലോ കളറ്, റെഡ് കളറ്, പിങ്ക് അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണുന്നത്. അപ്പോൾ ഇവരിവിടെ ഈ സൈക്കിള്, പിന്നെ ഒരു സ്കൂട്ടർ, പിന്നെ ഇവിടെ ബ്രിഡ്ജ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊക്കെ നമുക്ക് ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ലൊരു സീനറി തന്നെയാണ്. എല്ലാ കളേഴ്സും നല്ല ഭംഗിയാണ് കാണാൻ. എന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഈ റെഡ് കളറാണ് കേട്ടോ. റെഡ് കളറിൽ തന്നെ ഭയങ്കര ഒരു ഷൈനി ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഫോട്ടോസിൽ തന്നെ ബ്രൈറ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് കിങ്ങിനെ ഈ മാഷ്മെല്ലോ ടോസ്റ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മാഷ്മെല്ലോ മേടിച്ചിട്ട് അത് നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിക്കാം. ഇത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെയാണ്.
ജസ്റ്റ് 2 അവേഴ്സൊക്കെ ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് പുറത്തോട്ട് വരുമ്പം ജസ്റ്റ് അവരുടെ ലാവൻഡർ ഫാമാണ്. ഇത് ഫുള്ള് ലാവൻഡറാണ് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബ്രിസ്റ്റോളിലോട്ടാണ്. അവിടെ നിന്ന് ഫുഡും കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി.